നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കുറച്ച് ടേംസും ലോസും. സോ സ്റ്റാർട്ടിങ് വിത്ത് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഇതിൽ നമുക്ക് രണ്ട് ടേംസ് ആണുള്ളത്. ഒന്ന് ഫ്ലൂയിഡ്, വേറൊന്ന് മെക്കാനിക്സ് അല്ലേ. എന്താണ് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ഫ്ലോ ചെയ്യുന്ന സബ്സ്റ്റൻസ്. നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്ലോ ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഫ്ലൂയിഡ്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിഫോം ചെയ്യുന്നത് ആ സബ്സ്റ്റൻസ് ആണ് ഫ്ലൂയിഡ്. അപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഷിയറിംഗ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് നടക്കുമെന്ന് വെച്ചാൽ ഫ്ലോ നടക്കും. ഫ്ലോ നടക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം. മെയിൻലി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എടുക്കുകയാണെങ്കിൽ ഗ്യാസ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, സോളിഡ് ഉണ്ട്. പക്ഷേ ഈ ഫ്ലൂയിഡിൽ മെയിനായിട്ട് ആരുണ്ടാവുക? ഗ്യാസും ലിക്വിഡും അല്ലേ. ഫ്ലോ ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഗ്യാസും ഉണ്ടാവും, ലിക്വിഡും ഉണ്ടാവും. ദെൻ മെക്കാനിക്സ് റിലേറ്റഡ് വിത്ത് എന്തുമായിട്ടാണ് അല്ലെങ്കിൽ കൺസേൺ വിത്ത് എന്തുമായിട്ടാണ്? സ്റ്റാറ്റിക്സും അതേപോലെ തന്നെ കൈനമാറ്റിക്സും അല്ലേ. സ്റ്റാറ്റിക്സും കൈനമാറ്റിക്സും. സ്റ്റാറ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? റിലേറ്റഡ് വിത്ത് റെസ്റ്റ് അല്ലേ, അറ്റ് റെസ്റ്റ്. ദെൻ കൈനമാറ്റിക്സ് എന്ന് വെച്ചാൽ ഇൻ മോഷൻ. അപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സും വരും, അതേപോലെ തന്നെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സും വരും. ഫ്ലൂയിഡിൽ വരുന്നതാണ് ഗ്യാസ്, ലിക്വിഡ്. ഫ്ലൂയിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഫ്ലോസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിഫോംസ് കണ്ടിന്യൂസ്ലി വെൻ സബ്ജക്റ്റഡ് ടു ഷിയറിംഗ് ഫോഴ്സ്. അപ്പോൾ ഷിയറിംഗ് ഫോഴ്സ് ഇല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്തായിരിക്കും? റെസ്റ്റിലായിരിക്കും അല്ലേ. ഇനി മൂവ്മെൻ്റ് ഉള്ളപ്പോൾ നമുക്കറിയാം ഓരോ ലെയർ എടുക്കുകയാണെങ്കിലും ഓരോ ലെയറിൻ്റെയും വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവും. ഓരോ ലെയറിനും വെലോസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈക്വൽ വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് പറയാം റിലേറ്റീവ് വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ വെലോസിറ്റി ചേഞ്ച് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മൊമെൻറ്റം ട്രാൻസ്പോർട്ടിൽ നമുക്ക് വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ് നമ്മളുടെ ലോയിൽ വരുന്നത്. അപ്പോൾ വെലോസിറ്റീനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പൈപ്പിൽ കൂടെ ഫ്ലൂയിഡ് അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഈ സർഫസിലായിരിക്കും എപ്പോഴും വെലോസിറ്റി കുറവ്. കൂടുതൽ എവിടെയായിരിക്കും? സെൻട്രലായിരിക്കും. അപ്പോൾ ടുവേർഡ്സ് ദ സെൻട്രലായിരിക്കും വെലോസിറ്റി കൂടുതൽ അല്ലേ. വെലോസിറ്റി നോക്കുകയാണെങ്കിൽ കുറവ് സർഫസിലായിരിക്കും, ഏറ്റവും കൂടുതൽ സെൻട്രലായിരിക്കും. അതാണ് നമ്മൾ പറയുന്നതാണ് വെലോസിറ്റി പ്രൊഫൈൽ. ഓക്കെ, ടുവേർഡ്സ് ദ സെൻറ്റർ വെലോസിറ്റി ഇൻക്രീസ്. നമ്മൾ വെലോസിറ്റി പ്രൊഫൈൽ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി അക്രോസ് ദി ഫ്ലൂയിഡ് ഡയറക്ഷൻ, അതിന് പറയുന്നതാണ് വെലോസിറ്റി പ്രൊഫൈൽ. നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മളുടെ മൊമെൻറ്റത്തിൻ്റെ ലോ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. സോ ഷിയർ സ്ട്രെസ് ടോ എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു du/dy, അല്ലെങ്കിൽ ടോ ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, അല്ലെങ്കിൽ പറയാം ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. then ഇതിന് ഞാനൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കുകയാണ്. ടോ ഈസ് ഈക്വൽ ടു mu ഇൻറ്റു du/dy. ആ മ്യൂവിന് പറയുന്നതാണ് വിസ്കോസിറ്റി. സോ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ടോ ഈസ് ഈക്വൽ ടു mu ഇൻറ്റു du/dy, ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. മ്യൂവിന് പറയുന്നതാണ് ഞാൻ പറഞ്ഞു വിസ്കോസിറ്റി. വിസ്കോസിറ്റി ഡീറ്റെയിൽസ് ആയിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഞാൻ പറയാം അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളും. ദെൻ നമുക്ക് ഫ്ലൂയിഡ്സിനെ മെയിനായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഐഡിയൽ ഫ്ലൂയിഡ്, വേറൊന്ന് റിയൽ ഫ്ലൂയിഡ്. നമ്മൾ ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസും പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ഫ്ലൂയിഡാണ്. അതിൻ്റെ വിസ്കോസിറ്റി 0 ആയിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇപ്പോൾ വിസ്കോസിറ്റി ആയാലും സർഫസ് ടെൻഷൻ ആയാലും എല്ലാം 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇമാജിനറി ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. അങ്ങനെയാണെങ്കിൽ ഷിയർ സ്ട്രെസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ റിയൽ ഫ്ലൂയിഡിന് എന്തുണ്ടാവും? ഇത് പോസസ് വിസ്കോസിറ്റി, അല്ലെങ്കിൽ വിസ്കോസിറ്റിയുള്ള കേസ് സർഫസ് ടെൻഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ കംപ്രസിബിലിറ്റി ഉണ്ടാവും. സോ സച്ച് എ ഫ്ലൂയിഡ് നമ്മൾ പറയുന്നതാണ് റിയൽ ഫ്ലൂയിഡ്. എന്ന് വെച്ചാൽ ഇത് ഹാവ് എ റെസിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. നമ്മൾ വിസ്കോസിറ്റിക്ക് പറയാറുള്ള ഡെഫിനേഷനാണ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇവിടെ ആണെങ്കിൽ എന്തുണ്ടാവില്ല? റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. വിസ്കോസിറ്റി ഇവിടെ 0 ആയിരിക്കും. ഹിയർ വിസ്കോസിറ്റി നോട്ട് ഈസ് ഈക്വൽ ടു 0. സോ ഞാൻ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ
എല്ലാം ഈക്വലാണ്. നേരെ മറിച്ച് ഞാൻ റിയൽ ഫ്ലൂയിഡിലേക്ക് വരികയാണെങ്കിൽ ചേഞ്ച് ഉണ്ടാവും, ഈ ഒരു ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഐഡിയൽ ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡ്. ഇനി നമ്മൾ പ്രോപ്പർട്ടീസ്, ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഉള്ളതാണ്. ഒന്ന് ഡെൻസിറ്റി, പിന്നെ വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ എടുക്കുന്നതാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്താണെന്ന് നമുക്കറിയാം, എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ യൂണിറ്റ് വോളിയം, അതിന് പറയുന്നതാണ് ഡെൻസിറ്റി. സോ മാസ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ റോ, ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ദെൻ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, SI യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ CGS ആണെങ്കിൽ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി രണ്ടാമത്തെ സ്പെസിഫിക് വെയിറ്റ് എടുക്കുകയാണെങ്കിൽ, സ്പെസിഫിക് വെയിറ്റ് ഈ ഡെൻസിറ്റി പോലെ തന്നെ ഡെൻസിറ്റിയിൽ നമ്മൾ മാസ് ബൈ വോളിയാണ് എടുത്തതെങ്കിൽ ഇവിടെ വെയിറ്റ് ബൈ വോളിയാണ് എടുക്കുക, എന്ന് വെച്ചാൽ mg ബൈ വോളിയം. അതാണ് മാസ് ഡെൻസിറ്റിയും സ്പെസിഫിക് വെയിറ്റും. മാസ് ഡെൻസിറ്റി ആണെങ്കിൽ ന്യൂമറേറ്ററിൽ മാസ് വരും, സ്പെസിഫിക് വെയിറ്റ് ആണെങ്കിൽ ന്യൂമറേറ്ററിൽ വെയിറ്റ് വരും. വെയിറ്റ് എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു എന്താ പറയുക, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, mg. അപ്പോൾ ഈ മാസ് ബൈ വോളിയാണ് നമ്മൾ എന്തെടുത്തത്, മാസ് ഡെൻസിറ്റി ആക്കിയിട്ട് എടുത്തത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കൊടുക്കാം, റോ ഇൻറ്റു ജി അല്ലേ, W/V ഈക്വൽ ടു റോ ഇൻറ്റു ജി. ഇനി ഈ സ്പെസിഫിക് വെയിറ്റിന് ചിലർ ഒമേഗ കൊടുക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു റോ ഇൻറ്റു ജി. യൂണിറ്റ് നിങ്ങൾ നോക്കിയാൽ മതി, റോയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. then അങ്ങനെയാണെങ്കിൽ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതല്ലെങ്കിൽ ജനറലായിട്ട് സിമ്പിളായിട്ട് എഴുതാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം mg എന്ന് പറയുന്നത് ഫോഴ്സാണ്. അപ്പോൾ ഫോഴ്സ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് എഴുതാം, ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എഴുതാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ്. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കാറ്, ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാറ് വാട്ടറാണ്. ഇതിന് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് റിലേറ്റീവ് ഡെൻസിറ്റി. എന്ന് വെച്ചാൽ ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ വാട്ടറുമായിട്ടാണ് നോർമലി റിലേറ്റ് ചെയ്യാറ്. അപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി നമ്മൾ മെഷർ ചെയ്യാറ് 0 to 4 ഡിഗ്രി സെൽഷ്യസിൽ, അതിന് ചേഞ്ച് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പറയാനുള്ളതാണ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അല്ലെങ്കിൽ 1 ഗ്രാം പെർ cc ഡെൻസിറ്റി ഓഫ് വാട്ടർ. ആ ഡെൻസിറ്റി ഓഫ് വാട്ടറിനെയാണ് നമ്മൾ റെഫറൻസ് ഫ്ലൂയിഡായിട്ട് എടുക്കാറ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്താൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് കിട്ടും. അത് ഏത് യൂണിറ്റിലാണ് വേണ്ടത്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് വേണ്ടെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഗ്രാം പെർ cc വേണ്ടെങ്കിൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ് ഇൻ SI, അതല്ലെങ്കിൽ 1 ആണ് ഇൻ CGS. ഓക്കെ, നെക്സ്റ്റ് വിസ്കോസിറ്റി. വിസ്കോസിറ്റി നമ്മൾ പറഞ്ഞു, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ ടോ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. ഈ du/dyക്ക് നമ്മൾ പറഞ്ഞാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, ടോ നമ്മളുടെ ഷിയർ സ്ട്രെസ്, അല്ലെങ്കിൽ ഇതിന് പറയാം റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് ആണ് നമ്മളുടെ വിസ്കോസിറ്റി. ഇത് നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. മ്യൂ എന്ന് പറയുന്നത് എന്താണ്, റെസിസ്റ്റൻസ് ടു ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. ഇതിൻ്റെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഷിയർ സ്ട്രെസ് ആണ്, ഇത് വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്. വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ബൈ മീറ്റർ എന്ന് പറയുമ്പോൾ സെക്കൻഡ് വരും. സോ ഇങ്ങോട്ട് പോകുമ്പോൾ പാസ്കൽ സെക്കൻഡ്, കാരണം ഇത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ബൈ ഏരിയ ഈക്വലൻ ടു പ്രഷറിൻ്റെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ മ്യൂവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ സെക്കൻഡ് ആണ്. ഇനി ഈ പാസ്കൽ സെക്കൻഡ് മാറ്റണമെങ്കിൽ വേണമെങ്കിൽ എഴുതാൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ സെക്കൻഡ്. ഇനി ന്യൂട്ടൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. SI യൂണിറ്റിൽ വിസ്കോസിറ്റിൻ്റെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. ഇനി ഇതിനെ നമ്മൾ CGSൽ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് പോയ്സ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുന്നതാണ് പോയ്സ്. അപ്പോൾ CGS എന്ന് വെച്ചാൽ എന്തായിരിക്കും, കിലോഗ്രാമിന് പകരം ഗ്രാം വരണം, മീറ്ററിന് പകരം സെൻറ്റിമീറ്റർ വരണം. സോ ഇതാണ് പോയ്സ്. അത് PSCക്കൊക്കെ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 1 പോയ്സ് ഇസ് ഈക്വൽ ടു എത്രയെന്ന് വെച്ചാൽ 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ സെക്കൻഡ്. എന്ന് വെച്ചാൽ നമ്മൾ ചോയ്സിലുണ്ടാകുന്ന ഒന്നാണ് ഗ്രാം പെർ സെൻറ്റിമീറ്റർ സെക്കൻഡ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കാൽക്കുലേഷനിൽ ഇടയ്ക്ക് വരാറുള്ളത് സെൻറ്റിപോയ്സ് ആണ്. അപ്പോൾ 1 സെൻറ്റിപോയ്സ്, സെൻറ്റിമീറ്ററിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചാൽ 10⁻². 1 സെൻറ്റിപോയ്സ് ഇസ് ഈക്വൽ ടു
10⁻², പോയ്സ്. ഇനി ഇതിനെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് എത്തിക്കാൻ ഒരു 10⁻1 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ 1 പോയ്സ് ഈക്വൽ ടു 10⁻1 പാസ്കൽ സെക്കൻഡ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് എത്തി. അല്ലെങ്കിൽ 1 പോയ്സ് ഈക്വൽ ടു 10⁻1 കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. അപ്പോൾ ടോട്ടൽ കൺവേർഷൻ പറയുകയാണ് 1 സെൻറ്റിപ്പോയ്സ് പോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻², പോയ്സിൽ നിന്ന് ഇനി പാസ്കൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുപോകാൻ ഒരു 10⁻1 കൂടെ വരണം. സോ ടോട്ടൽ 10⁻³ പാസ്കൽ സെക്കൻഡ്. 1 സെൻറ്റിപ്പോയ്സ് ഈക്വൽ ടു 10⁻³ പാസ്കൽ സെക്കൻഡ്. സോ മ്യൂവിൻ്റെ CGSലുള്ള യൂണിറ്റാണ് പോയ്സ്. ദെൻ SIയിലാണെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ്. ദെൻ പോയ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ് പകരം ഗ്രാം പെർ സെൻറ്റിമീറ്റർ സെക്കൻഡ്. ഇനി ഈ മ്യൂവിന് പറയുന്നൊരു പേരാണ് വിസ്കോസിറ്റി, അല്ലാതെ കുറച്ചും കൂടെ ക്ലിയർ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വിസ്കോസിറ്റി രണ്ടും പറയാറുണ്ട്. ഡൈനാമിക് വിസ്കോസിറ്റി അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വിസ്കോസിറ്റി. ദെൻ വേറൊരു ടേമാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി നമ്മൾ നൊട്ടേറ്റ് ചെയ്യാറ് ന്യൂ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു μ/ρ. എന്ന് വെച്ചാൽ നമ്മളുടെ ഡൈനാമിക് വിസ്കോസിറ്റീനെ ഡെൻസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. അപ്പോൾ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് വിസ്കോസിറ്റീൻ്റെ യൂണിറ്റ് അറിയാം. ഞാൻ ഡെൻസിറ്റീൻ്റെ യൂണിറ്റ് ഇത് മാസ് ഡെൻസിറ്റിയാണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് m²/s ആണ്. ഇത് ഡിഫ്യൂസിവിറ്റീൻ്റെ യൂണിറ്റും കൂടെ ആയതുകൊണ്ട് ഇത് നമ്മൾ പറയാറുണ്ട് മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി. ഹീറ്റ് ട്രാൻസ്ഫറിൽ ഇതേപോലെ തെർമൽ ഡിഫ്യൂസിവിറ്റി വരും ആൽഫ. മാസ് ട്രാൻസ്ഫർ ആകുമ്പോൾ മാസ് ഡിഫ്യൂസിവിറ്റി വരും DAB. അല്ലെങ്കിൽ ജനറലി ഡിഫ്യൂസിവിറ്റി ഓഫ് ഏതാണോ കമ്പോണൻറ്റ്, ബൈനറി ആണെങ്കിൽ നമ്മൾ എഴുതുന്നതാണ് DAB. മൊമെൻറ്റത്തിൻ്റെ കേസിൽ നമ്മൾ പറയുന്നതാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി. ദെൻ അവിടെ തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറഞ്ഞിട്ട് ആൽഫ ഉണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ ആകുമ്പോൾ പറയാം. മാസ് ട്രാൻസ്ഫർ ആണെങ്കിൽ അതേപോലെ തന്നെ DAB ഉണ്ട്. ഡിഫ്യൂസിവിറ്റീൻ്റെ ജനറൽ ആയിട്ടുള്ള യൂണിറ്റാണ് m²/s. ഇനി ഡൈനാമിക് വിസ്കോസിറ്റിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ CGS സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന യൂണിറ്റാണ് സ്റ്റോക്സ്. അപ്പോൾ 1 സ്റ്റോക്സ് എന്ന് വെച്ചാൽ എത്രയാണെന്ന് വെച്ചാൽ m²/s CGSലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ cm²/s. 1 cm²/s 1 സ്റ്റോക്ക് എന്ന് പറയാം അല്ലേ. 1 പോയ്സ് എന്ന് പറയുന്നത് ഗ്രാം പെർ സെൻറ്റിമീറ്റർ സെക്കൻഡ് ആണ്. SI യൂണിറ്റ് ആകുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്. ഇവിടെ ആകുമ്പോൾ m²/s ആണ് SI യൂണിറ്റ്. അതിന് CGSലേക്ക് ആക്കുകയെന്ന് വെച്ചാൽ cm²/s ആണ് 1 സ്റ്റോക്ക്. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് 1 സെൻറ്റി സ്റ്റോക്ക് എന്ന് പറയുകയാണെങ്കിൽ എന്താ വരിക, 10⁻² സ്റ്റോക്സ് വരും. ഇനി സ്റ്റോക്സിനെ ഡയറക്റ്റ് കൺവേർഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എന്താ ഉണ്ട്, cm², m² ആക്കിയാൽ മാത്രം മതി. എന്ന് വെച്ചാൽ 1 സ്റ്റോക്സ് ഈസ് ഈക്വൽ ടു 10⁻⁻4 m²/s. അല്ല, സെൻറ്റിമീറ്ററിന് മീറ്റർ ആക്കാൻ 10⁻². ദെൻ പവറിൽ 2 ഉള്ളതുകൊണ്ട് 10⁻4 m²/s. ഇതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ PSCക്കൊക്കെ ആണെങ്കിൽ ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. 1 പോയ്സിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ചോദിക്കുകയാണെങ്കിൽ 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർ സെക്കൻഡ് ആണ്. അതേപോലെ 1 സ്റ്റോക്കിന് ഈക്വലൻ്റ് ആക്കിയിട്ട് ചോദിക്കുകയാണെങ്കിൽ 1 cm²/s ആണ്. 1 സ്റ്റോക്സ് കൺവേർഷൻ പറഞ്ഞു 10⁻⁻4 m²/s. ഇവിടെയാണെങ്കിൽ 1 പോയ്സ് ഈസ് ഈക്വൽ ടു 10⁻⁻1 പാസ്കൽ സെക്കൻഡ്. ഈ ഒരു കൺവേർഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ വാട്ടറിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുകയാണെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിൻ്റെ വിസ്കോസിറ്റി മ്യൂസ് ഈക്വൽ ടു 1 cm². 1 cm² വാട്ടറിൻ്റെ വിസ്കോസിറ്റി നമുക്ക് ചില കാൽക്കുലേഷനിലെ ഡിസൈനൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു റേഞ്ച് പിടിക്കാവുന്ന വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കാവുന്നതാണ് 1 cm² വിസ്കോസിറ്റി ഓഫ് വാട്ടർ 1 cm² അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ തന്നെ എയറിൻ്റെ കേസാണെങ്കിൽ 0.018 cm². അതേപോലെ വാട്ടറിൻ്റെ കേസിൽ കൈനമാറ്റിക് വിസ്കോസിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് വെച്ചാൽ ഈ ഡൈനാമിക് വിസ്കോസിറ്റീനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്, ഡെൻസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വാട്ടറിൻ്റെ കേസിൽ 1 cm² ആണ്. നമുക്ക് ഡെൻസിറ്റി നമുക്കറിയാം CGS സിസ്റ്റത്തിലാണെങ്കിൽ വാട്ടറിൻ്റെ 1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 1 cm സ്റ്റോക്സ്. കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 cm സ്റ്റോക്ക്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്.
നമ്മൾ രണ്ട് ടൈപ്പ് വിസ്കോസിറ്റിനെ പറഞ്ഞു, ഒന്ന് മ്യൂ, വേറൊന്ന് ന്യൂ. മ്യൂവിനെ മാസ് ഡെൻസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്താൽ ന്യൂ കിട്ടും. ഇത് ഡൈനാമിക് വിസ്കോസിറ്റി. അതേപോലെ തന്നെ ഇത് കൈനമാറ്റിക് വിസ്കോസിറ്റി. വാട്ടറിൻ്റെ കേസിൽ 1 centipoise, ഇതാണെങ്കിൽ 1 centistokes. പോയ്സ് എന്ന് പറയുന്നത് CGS, സ്റ്റോക്സ് എന്ന് പറയുന്നത് CGS. ദെൻ സ്റ്റാൻഡേർഡ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ kg/m/s, അതേപോലെ തന്നെ m²/s. ഇപ്പോൾ ഡിഫ്യൂസിവിറ്റീൻ്റെ യൂണിറ്റാണ് ഞാൻ പറഞ്ഞത് m²/s. സോ കൈനമാറ്റിക് വിസ്കോസിറ്റിക്ക് പറയുന്ന പേരാണ് മൊമെൻറ്റം ഡിഫ്യൂസിവിറ്റി. ഓർത്ത് വയ്ക്കണേ. വിസ്കോസിറ്റീനെ പറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അപ്പോൾ ഗ്യാസിൻ്റെ കേസിലും ലിക്വിഡിൻ്റെ കേസിലും ടെമ്പറേച്ചർ എഫക്റ്റ് ഡിഫറെൻ്റ് ആണ്. വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിസ്കോസിറ്റി ഡിക്രീസസ് ഇൻ liquid. With increase in temperature viscosity increases in gas. നമുക്ക് ലിക്വിഡ് തന്നെ നമുക്കറിയാം, നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയാൻ, അപ്പോൾ കൂടുതൽ ഫ്ലോ ഒഴുകാൻ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ കോസി ഫോഴ്സസ് നല്ലോണം കുറയാൻ തുടങ്ങും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ മോളിക്കുലർ ഇൻ്റർചേഞ്ചിൻ്റെ ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. ലിക്വിഡിൻ്റെ കേസിലാണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ വിസ്കോസിറ്റി ഡിക്രീസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് വിസ്കോസിറ്റി കൂടുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുകയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാവുന്നതാണ് ഫ്ലൂയിഡിറ്റി കുറയാണ്. അപ്പോൾ ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ റെസിപ്രോക്കൽ ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, അതായത് വിസ്കോസിറ്റി കൂടുകയാണെങ്കിൽ ഫ്ലൂയിഡിറ്റി കുറയും, അല്ലെങ്കിൽ ഫ്ലൂയിഡിറ്റി കൂടുകയാണെങ്കിൽ വിസ്കോസിറ്റി കുറയും. സോ ഫ്ലൂയിഡിറ്റി ഈസ് റെസിപ്രോക്കൽ ഓഫ് വിസ്കോസിറ്റി. സോ നമ്മളിന്ന് മെയിനായിട്ട് ഒന്ന് ഫ്ലൂയിഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതേപോലെ നമ്മൾ ഫസ്റ്റ് മെയിനായിട്ടുള്ള ഇക്വേഷൻ മൊമെൻറ്റം ട്രാൻസ്പോർട്ടിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയാണ്. ഷിയർ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അതേപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞുള്ളൂ. ഒന്ന് ഐഡിയൽ ഫ്ലൂയിഡ്, വേറൊന്ന് റിയൽ ഫ്ലൂയിഡ്. ദെൻ പ്രോപ്പർട്ടീസിൽ മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, അതേപോലെ വിസ്കോസിറ്റി രണ്ടെണ്ണം പറഞ്ഞു. കൈനമാറ്റിക് വിസ്കോസിറ്റി, അതേപോലെ ഡൈനാമിക് വിസ്കോസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റി എന്നാണ് നമ്മൾ ആബ്സലൂട്ട് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് വെച്ചാൽ മാസ് ഡെൻസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുന്ന കേസ്. ദെൻ അടുത്തതിൽ ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്ലൂയിഡ്സ് ഉണ്ട്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി വെച്ചിട്ട് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, വേറെയും ക്ലാസിഫിക്കേഷനും പ്രോപ്പർട്ടീസും നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Okay, thank you.